ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനെന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, പറച്ചിൽ മാത്രമേ ഉള്ളൂ, ചെയ്യുന്നതെല്ലാം അമ്മയായിരിക്കും അത്. ഇല്ല ഗൈസ്, ഇന്ന് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അമ്മ അരിഞ്ഞു വെച്ചു, പക്ഷേ കറി ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും. അപ്പം ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പനീർ ബട്ടർ മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണേൽ ഞാൻ 2-3 ആഴ്ച മുന്നേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഒരു രാത്രിയായപ്പോൾ എനിക്കിത് കഴിക്കാൻ ഭയങ്കര കൊതിയായി. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ അമ്മയുടെ അടുത്ത് വസുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. സാധനം വേണമെന്നാ വേണ്ടതൊന്നുമില്ല. പിന്നെ എൻ്റെ മൂഡ് പോയി. പിന്നെ ഇന്ന് ദുഃഖവെള്ളിക്ക് അമ്മയ്ക്ക് അവധിയാണ്. അപ്പോൾ വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പനീർ ബട്ടർ മസാലയും പൂരി ഉണ്ടാക്കാമെന്ന്. പൂരി എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ഈ ഇടയ്ക്കൊന്നും അവർക്ക് കഴിക്കാനൊന്നും പറ്റൂല, അതുകൊണ്ട് പൂരി അമ്മ ഉണ്ടാക്കും, കറി ഞാൻ ഉണ്ടാക്കും. ഇപ്പം തന്നെ 10:30 ആയിട്ടുണ്ട്, വിശന്ന് തുടങ്ങി. ഇതുവരെ ഒന്നും ചെയ്തില്ല, ആ പൂരി ഉണ്ടാക്കേ ഒന്നുമേ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി പനീർ ഉണ്ടാക്കാം. പനീർ ഞാൻ ഇന്ന് വരെ കട്ട് ചെയ്തിട്ടില്ല. എനിക്കത് ആലോചിക്കുമ്പോഴേ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇന്നലെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിനി പോയി ഉണ്ടാക്കാം. ഗൈസ്, അമ്മ പൂരിക്ക് കുഴക്കാണ്. ഇന്ന് 11:30-എങ്കിലും കഴിക്കാൻ പറ്റുമോ? എനിക്കറിഞ്ഞൂടാ. താഴെ ദേവി വരണം തോന്നുന്നു ഗൈസ്. നമ്മുടെ ഇവിടെ ഇന്നലെ 8:30-ക്കാണ്. 8:30-ക്ക് എണീറ്റിട്ട് ഞാൻ 1/2 മണിക്കൂർ വെറുതെ ഇരുന്നു ഫോണില് കളിച്ചോണ്ട് ഫേസ്ബുക്ക് തോണ്ടിക്കൊണ്ടിരുന്നവരാ. അതും ഒരു സത്യമാണ്. അമ്മ അഡിക്റ്റ് ആണ് ഫേസ്ബുക്കിന്. നമ്മൾ റീല് കാണുന്ന പോലെയാണ് അമ്മ ഫേസ്ബുക്കിൽ ഇരുന്ന് കാണുന്നത്. അപ്പം താഴേന്ന് ദേവി പറഞ്ഞോണ്ട് നമുക്കത് നോക്കാൻ പോവാം. ഇന്നലെ ഇവിടെ ദിക്ക് ബലിയായിരുന്നു ഗൈസ്. എന്റെ അവിടെ ഓഫീസിൽ ദിക്ക് ബലിന്ന് ആരും കേട്ടിട്ട് പോലും ഇല്ല. എന്തോന്നു ചോദിക്കണത്? ആരും തിരുവനന്തപുരത്തുകാരല്ലേ? തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ള ദിക്ക് ബലി? തിരുവനന്തപുരത്തല്ലേ ഇതൊക്കെയുള്ള റെഡിയായാ? ഇത്ര ഉള്ളോ? ഇത്രയും പോരെ. ഇനി ഇത് കുറച്ചിങ്ങനെ മാറ്റി വെക്കണോ? വെച്ചിട്ട് പൂരി അങ്ങനെ വെക്കണമെന്നില്ല. വരുന്നത് പോയി നോക്കാം. ഇത് ഞാൻ ഇന്നലെ ഇൻസ്റ്റാമാർട്ടിന്ന് വാങ്ങിയ ജസ്റ്റ് 100 ഗ്രാം പ്രോട്ടീൻ ആണ്. ഇന്നലെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ സത്യം പറഞ്ഞാൽ എന്ത് ലാഭമാണെന്ന് അറിയാമോ സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഞാൻ ഇത് വാങ്ങി, ക്രീം വാങ്ങി, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി, 50-ന്റെ 3 പാക്കറ്റ് ലേസ് വാങ്ങി, പിന്നെ വേറെ എന്തോന്ന് വാങ്ങി, പിന്നെ ഇത് കാഷ്നട്ട് വാങ്ങി. ഇതെല്ലാം കൂടെ വാങ്ങിയപ്പോൾ എനിക്ക് ആയത് വെറും 550 രൂപ ആയതേ ഉള്ളൂ. ഇത്രേ ആയുള്ളൂ. എനിക്ക് ഭയങ്കര ലാഭം സത്യം പറഞ്ഞാല്. പിന്നെ ബട്ടർ വാങ്ങാൻ പറഞ്ഞു. പിന്നെ അത് അമ്മേനെ പറഞ്ഞയച്ചു. അപ്പോൾ നമ്മുടെ പനീർ, ഞാൻ പനീർ തൊട്ടിട്ടില്ല കേട്ടാ. കഴിക്കാതെ അല്ലാതെ റോ പനീർ ഞാൻ തൊട്ടിട്ടില്ല. അമ്മയുടെ മൈക്ക് കണക്റ്റഡ് ആണ്. അമ്മ വെളിയിൽ ചെന്ന് എന്ത് പറഞ്ഞാലും ഇതിൽ റെക്കോർഡ് ആവും കേട്ടാ. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനല്ലേ? എന്തേ ഇങ്ങനെ നേരെ എങ്ങനെയാലും കട്ട് ചെയ്താ പോരെ? അയ്യോ, ഞാൻ കട്ട് ചെയ്യാം. വേണ്ട, പറ്റൂല. ഓക്കെ, അയ്യോ, ഓക്കെ, കറക്റ്റ് തന്നെയല്ലോ. ഞാൻ വിചാരിച്ചേ മറ്റേ സ്പോഞ്ച് കട്ട് ചെയ്യുമല്ലോ, അതുപോലെ സോഫ്റ്റ് അതുപോലെ കട്ടായി വരുമെന്ന്. കഷ്ടപ്പാടാണ്. ഇത് ഇത്ര ഇങ്ങനെ പോരെ? മതി. ഇത് നിറയണ്ടല്ലേ നമുക്ക് 3 പേർക്കും കഴിക്കാനായിട്ട്? ഇനി ഞാൻ ഇതും കൂടെ കട്ട് ചെയ്തിട്ട് ബാക്കി അമ്മയ്ക്ക് തരാം. ഇങ്ങനെയല്ലേ? കഷ്ടപ്പാട് തന്നെ. വിചാരിച്ചോളൂ ഈസി അല്ല. ഇതിന് മൂർച്ച ഇല്ലാത്തോണ്ടാണ് ഈ കത്തിക്ക്. മൂർച്ചയൊക്കെ ഉണ്ട്. ഇത് ഇതാക്കണോ? 2 പീസ് ആക്കണോ? ഇത് അത് ആക്കണോ? വേണ്ട, ഇങ്ങനെ ഇടക്കട്ടല്ലേ? പക്ഷെ അത് 3 വലുതായി പോയല്ലേ. ഇത് മാത്രം 2 ആക്കാം അല്ലേ? നേരത്തെ ദേവി പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ പറ്റിച്ച്. പക്ഷെ ദേവി വന്നില്ല. കുറെ നേരം കൊണ്ട് ഒരേ സ്ഥലത്തുനിന്ന് കൊട്ടി വെക്കണം. പക്ഷെ പോയപ്പോ ദേവി ഇല്ല. ഇപ്പഴെങ്കിലും വരുമായിരിക്കും. മതിയല്ലേ? നോക്ക്, മതി. കാണിക്കേ. നല്ല രസമുണ്ട് ഗൈസ്. സ്പഞ്ചി അല്ല പക്ഷെ ഓക്കെ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ബട്ടർ ഇങ്ങനെ അലിഞ്ഞു വരുന്നത്. ഞാൻ നേരത്തെ വീഡിയോയില് എന്തോന്നാ പറഞ്ഞത്,
100 ഗ്രാം പ്രോട്ടീൻ ഞാൻ ഇന്നലെ വാങ്ങിയിരുന്നു. 100 ഗ്രാം പനീറിന്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇത്ര മതിയാ? നീലേ പറഞ്ഞ കുറച്ചുകൂടെ ഇടട്ടെ. ഒരു പീസും കൂടി ഇട്. പകുതി ഒരെണ്ണം ഇടട്ടെ. ഒരെണ്ണം ഇട്. ആ മതി. കരിയോ? കുറച്ച് കുറച്ച് തന്നെ ചെയ്യണം. മുളക് പൊടി ഇടട്ടെ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ എന്തോന്ന് പൊടിയും ഗരം മസാലയും ഇത്രയും തന്നെ. ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഞാനായിരിക്കൂല അമ്മയായിരിക്കും ഉണ്ടാക്കണേന്ന്. ഞാനായിരിക്കും ഉണ്ടായിരിക്കണേന്ന്. പക്ഷെ അമ്മ സമ്മതിക്കൂല. അതല്ലേ ഉണ്ടാക്ക്. ഞാൻ മാറി. ഇല്ല, കളിക്കാതെ എടുത്തിട്ട്. ഇനി എന്തോ? ഇനി ഇത് കുറച്ച് മഞ്ഞപ്പൊടി, ഗരം മസാല. ഇത് അമ്മയാണ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു തരണ ഞാനല്ലേ. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കും പോലെ തന്നെ ഇട്ടോ. ആ ഇനി കുറച്ച് മഞ്ഞപ്പൊടി. ഓക്കെ, കൊള്ളാം. നല്ല മണം കേട്ടോ ബട്ടറിന്റെ. നമുക്ക് ഇത്രയും വേണ്ടി വരുമോ? കുറച്ചൊക്കെ മാറ്റി വയ്ക്കായിരുന്നു. ഇതിലെന്താ മാറ്റം? പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് ഇടാം. ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അമ്മ അങ്ങ് ചെയ്തോളൂ. ചെയ്തോ, മറിച്ചിട്ടോ. ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോ നമ്മള് ഇത് ചെയ്യണം, മാറ്റി വെക്കണം. എന്നിട്ട് ഇതേ പാനിലോട്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇടണം. ഗൈസ്, ഞാൻ ഇതാ ഇങ്ങനെ വേർത്ത് കുളിക്കുകയാണ്. ഇത്ര നേരം അമ്മ ചൂടെടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ മൈൻഡ് ആക്കിയില്ല. പക്ഷെ ഭയങ്കര ചൂട്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇപ്പൊ ഓറഞ്ച് അലേർട്ട് അല്ലേ? ഞാൻ അറിഞ്ഞില്ല. നമ്മള് എല്ലാരും വീട്ടില് ന്യൂസ് പേപ്പറും പത്രമൊക്കെ, ന്യൂസ് പേപ്പറും പത്രവും TV ന്യൂസൊന്നും കാണുന്നോണ്ട് കുഴപ്പമില്ല. ഒന്നും അറിഞ്ഞൂടാ. ഭയങ്കര ചൂട്. ഫാൻ ഇട്ടാലും ചൂട്. ഒന്നുകിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ സിനിമ. ഇത് രണ്ടും മാത്രം. അത് രണ്ടും കാണാൻ വേണ്ടിയാണ് TV വെക്കുന്നത്. അല്ല, അതിന് കാണുവോ? കാണൂല. അത് ഓൺ ചെയ്ത് വെച്ചിട്ട് മൂന്ന് വഴിക്ക് പോകും. ഫോണില് കളിച്ചോണ്ടിരിക്കും 3 പേരും കൂടെ. പക്ഷെ ഭയങ്കര ചൂട്. മണി ഇപ്പൊ 11 പൂരി ഉണ്ടാക്കില്ല. പൂരി ഉണ്ടാക്കട്ടെ. പൂരി ഉണ്ടാക്ക്. കറി ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ വരൂല. നീ ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പൂരി ഉണ്ടാക്കാം. അമ്മ ഞാൻ പറഞ്ഞു തരും പോലെ ഉണ്ടാക്കിയ. ഇത് ആയോ? ഇത് ഫ്രിഡ്ജിൽ വൈരി. ഇതായോ? ഇത് ഇല്ല, നോക്കട്ടെ. എന്താ? അയ്യോ, വേർപ്പൊക്കെ തുടച്ചു. പക്ഷെ നല്ല ചൂടാണ്. ഓക്കെ, ഡണ്ണായി. ഇനി നമുക്ക് സവാള. അതില് ഇതിടണ്ടേ? എന്തോന്ന്? ബട്ടർ വേണ്ട. അപ്പൊ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതൊന്ന് പറ, എനിക്ക് അറിഞ്ഞൂടെ ഇതെങ്ങനെയൊക്കെ പറയണമെന്ന്. പനീർ വറുത്ത് കോരിയതില് ടൊമാറ്റോ ഇടും. അല്ല, സവാള ഇടാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലാത്തോണ്ട് നമ്മളത് ചതച്ചെടുത്തല്ലേ? അതാണ് കുറച്ചുകൂടെ നല്ലത്, ചതച്ചെടുക്കണം. ആണോ? അപ്പൊ ഇതില് നമ്മൾ പട്ട ഇട്ടു, ഗ്രാമ്പു ഇട്ടു, ജീരകം ഇട്ടു, ഉപ്പിട്ടു. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യൂ ബാലു. ഗൈസ്, അപ്പൊ ഇത് ഒരു കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് വാക്കൊന്നും പറഞ്ഞില്ല. വഴണ്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിലോട്ട് നമുക്കിനി ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ ഇട്ടിട്ട് നമുക്ക് ഇനി കാഷ്യൂ ഇടാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കാഷ്യൂ പൊട്ടിച്ചില്ല. ഇത് ആദ്യം അമ്മയ്ക്ക് കൊടുക്കാം. ഗണപതിക്ക് കൊടുത്തിട്ട് തുടങ്ങണമെന്നാണല്ലോ. എവിടെ ഞാൻ കേട്ടു. ഇത് കട്ട് കാഷ്യൂ ആണ്. അല്ല, നിനക്കും വേണം? പോയി. ഇനി ഇത് അമ്മ ഇത് എത്ര ഇടാൻ? കുറച്ചിടും. ഇത്ര മതിയാ? കുറച്ചുകൂടെ ഇടും. മതിയല്ലോ അല്ലേ? കുറച്ചിടോ? ഉണ്ട്, രണ്ടുകൂടെ ഇട.
ഇതിടുമ്പോ നല്ല ടേസ്റ്റ് ആണ്. തന്നെ കുറച്ചുകൂടെ ഇടാം. മതി. യാ, ഇനി ഇത് നമുക്കിത് കിണ്ടാം. ഇനി ഇത് കുറച്ചു നേരം 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അപ്പൊ അത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഗൈസ്, ഇത് പരുവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെന്താ പൊടി? ഗരം മസാല, ഇനി ജീരകപ്പൊടി ഉണ്ടോ? പൊടിയില്ല, അതിലിട്ട് അരക്കണല്ലേ, കുഴപ്പമില്ല. ഇത് കാണുമ്പോ ഞാൻ എവിടെയോ പഠിച്ച് ചെയ്യും പോലെ സത്യം വീഡിയോ കണ്ട് പഠിച്ചിട്ടാണ് ഞാനും അമ്മയും കൂടെ ഇത് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് ഇത് വീട്ടിലുണ്ടാക്കി പരിചയമൊന്നും ഇല്ലല്ലോ. പനീർ വാങ്ങിക്കണതേ ആദ്യമായിട്ടാണ്. ഓ, പണ്ട് ഒരു ദിവസമാണെങ്കിലും അമ്മ വീട്ടിലുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? 1 മാസം ഫ്രിഡ്ജ് വെച്ചിരുന്ന് ഒരു ബൗളിന്റെ അകത്ത് പനീർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഫ്ലോപ്പ് പോയി. അതുകൊണ്ട് ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു കൊടുക്കണത്. ഇത് ഇടയ്ക്കൊന്ന് 12 മണിക്കെങ്കിലും കാപ്പി കുടിക്കാൻ പറ്റുമോ? 11 നേരെ ആയി. ഇനി ഇത് തണുത്തിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ച്. അപ്പൊ ഇന്ന് 2 നേരമേ ഉള്ളൂ ഭക്ഷണം. 1 മണിക്ക് കാപ്പി കുടിക്കും, 5 മണിക്ക് ചോറ് കഴിക്കാം. ഓക്കെ, നമുക്കിത് തണുക്കാൻ വെക്കാം. നമ്മൾ പേസ്റ്റ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് കുറച്ച് ബട്ടറിലോട്ട് ഇവിടെ ബട്ടറിലോട്ട് ഇതല്ല, പൊടി കാശ്മീരി മതിയോ? കാശ്മീരി മുളക് പൊടി ഇടാനാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ കാശ്മീരി ഇല്ലാത്തത് കൊണ്ട് സാധാ മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി, പിന്നെന്താണ്, ജീരകം. ഞാൻ ഇടാം. നമുക്കിത് മിക്സ് ചെയ്യാം. എനിക്ക് പണ്ട് മുതൽ ഇങ്ങനെ മിക്സ് ചെയ്യണതാണ് ഇഷ്ടമുള്ളത്. ഇതല്ലേ ഇടണേ? അല്ല, ഒഴിക്കല്ലേ? ഓ, നമ്മുടെ മിക്സ് എടുത്തൊഴിക്കും. ഇപ്പം അമ്മ പൂരി ഉണ്ടാക്കി അമ്മ. അപ്പൊ പൂരിയിൽ കുറച്ചായി ഇതിന്റെ അമ്മ എടുത്ത് മുക്കി തന്നപ്പോ തന്നെ നല്ല രുചിയായിരുന്നു. അല്ലേ, അത് കറി മാത്രം തന്നെ കഴിക്കാൻ കൊള്ളാം. ഇനി ഇതില് വെള്ളം ഒഴിച്ച് എല്ലാം അതിന് കാണിക്കും പോലെ ചെയ്യരുത്. നമ്മൾ കണ്ട വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ അവൻ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു. അപ്പൊ ഞാനും എല്ലാം അതുപോലെ ചെയ്യുവാണ്. അവൻ വെള്ളം ഒഴിച്ച അതൊരു പയ്യനല്ലേ, അദ്ദേഹം വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മളും വെള്ളം ഒഴിക്കുന്നു. മതിയോ? ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വേവിക്കാനല്ലേ പറഞ്ഞത്? ഇതിട്ടിട്ടാണോ? അല്ലാതെ ഇത് മാത്രമായിട്ടല്ലേ? ഓക്കെ, ഒരു തുള്ളി പോലും കളഞ്ഞൂടാ. അടച്ചു വയ്ക്കേ. പാത്രം എന്ത് ചെയ്ത്? അയ്യോ, അത് വസുവിന്റെ റൂമിൽ ഇരിക്കുന്നു. നല്ല രുചിയുണ്ട്. എൻ്റെ ഒരു കൊതി കാരണം നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. രുചിയുണ്ട്, കൊള്ളാം ഗൈസ്. അയ്യോ, ക്രീം ഒഴിച്ചിട്ടല്ലേ അടച്ചു വയ്ക്കാനുള്ളത്? ക്രീം ഇനോഗ്രേറ്റ് എടുക്ക്, ഉദ്ഘാടിക്കാൻ. ഇത് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രീം നമ്മൾ മുന്നേ വാങ്ങിച്ചിട്ടില്ല. അമ്മയ്ക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനൊക്കെ അയ്യോ കട്ടിയായിട്ടിരിക്കണം അമ്മ. ക്രീം ഐസ്ക്രീം പോലെ ഇരിക്കുന്നു. ഇടട്ടോ? പിഴോ എന്തോ. ഇടട്ടോ? മതിയോ? മതിയല്ലേ? വെളി ചാടി കിടക്കണ കൂടെ മതിയോ? മതി. ഉണ്ടല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ, കൊള്ളില്ലല്ലേ? വെറുതെ കൊള്ളില്ല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? എനിക്കൊരു സാധനം മതിയാ? ക്രീം മതിയല്ലേ? ഉണ്ടല്ലോ അത്യാവശ്യത്തിന്. ഉത്തരിക്കുന്നു. ഇതൊന്ന് അടച്ച് വേവിക്കാം.
തെറിക്കണോണ്ടായിരിക്കും അടച്ചു വെക്കാൻ പറഞ്ഞു. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനൽ പാർട്ടിലോട്ട് എത്താറായിരിക്കുകയാണ്. നമ്മുടെ ഈ കറി തിളച്ച് മറിയുന്നു. ഇതിലോട്ട് നമുക്കിനി എൻ്റെ അടുത്ത സാറ്റിസ്ഫൈങ് പാർട്ടാണ് ഇതിടാം. എന്താണ്? പനീർ ഇടാം. പനീർ കുറേ നേരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കറിയിലോട്ടൊന്ന് വീഴാനായിട്ട്. അമ്മ ഇതാവണ്, അടി പിടിക്കണ്. മതിയാവാനായിട്ടൊക്കെ ഉടനെ ഓഫ് ചെയ്യില്ലേ? ഈ ഒരു സാധനത്തിന്റെ പ്രത്യേകത എനിക്കും അമ്മയ്ക്കും അറിഞ്ഞൂടെ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന്. ഇനി നമുക്ക് മല്ലിയില ഇടാം അല്ലേ? മല്ലിയില എടുക്കട്ടെ. ഇത് ഞാൻ എരിഞ്ഞു വെച്ച മല്ലിയിലയാണ്. ഒരുപാടുണ്ട്. മല്ലിയില നമുക്ക് ആർക്കും ഇവിടെ ഇഷ്ടമല്ല ഒരുപാട് ഇടുന്നത്. അതുകൊണ്ടാണ് മല്ലിയില അധികം ഇടാത്തത്. മതി, ഓഫ് ചെയ്തോ. ഓഫ് ചെയ്യട്ടാ? ഓക്കെ. ഇനി ഇത് കുറച്ചു നേരം ഇരിക്കട്ടെ അല്ലേ? ഇതൊന്ന് ചൂട് മാറിയിട്ട് നമുക്ക് പാത്രത്തിലോട്ടാക്കി പൂരിയും നമ്മുടെ പനീർ ബട്ടർ മസാലയും കഴിക്കാം. എത്ര? 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് സത്യം പറഞ്ഞ ഈ വീഡിയോ ഇല്ലേ, അമ്മ ജോലിക്ക് പോണ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിരുന്നതിൽ പെട്ടുപോയി ഞാൻ കേട്ടോ. ഒന്നും നടക്കൂലായിരുന്നു. ഓക്കെ, നമുക്കിത് പാത്രത്തിലോട്ടാക്കി ഇനി ടേസ്റ്റ് ചെയ്യാം. നമ്മള് കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു ഗൈസ്. അകത്തിരിക്കുക. അകത്താണേല് ഇത്രയും കറി എനിക്കാണോ? ഇത്ര വേണ്ടേ? കഴിക്കാം. ബസ്സിനെടുത്തിട്ട് പാത്രം ഗൈസ്. അപ്പൊ നമുക്ക് ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പനീർ എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രുചിയുണ്ട്. ഓവർ എക്സ്പ്രഷൻ ഒന്നുമല്ല, ശരിക്കും കൊള്ളാം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കറി അടിപൊളിയല്ലേ? കൊള്ളാം. നമ്മൾ ഇരുന്നിരുന്ന് ഉണ്ടാക്കിയെങ്കിലും സാധനം കൊള്ളാം. അപ്പൊ ഗൈസ്, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കുക്കിംഗ് വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ആർക്കും അതിന്റെ റെസിപ്പി ഒന്നും മനസ്സിലാവൂല. കാരണം അങ്ങനെയൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ സാധനം നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ റെസിപ്പി. ഉണ്ടാക്കി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ അറിയാം. എല്ലാ സാധനങ്ങളും വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോ കണ്ടതിൽ ചിലർ ക്രീം ഇട്ടിട്ടില്ല, ചിലർ ക്യാഷ് ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാം ഇട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു ഇതിൻ്റെ രുചിയും വന്നത്. അപ്പം ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.